ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിൽ കളംപാട്ട് ശില്പശാല കളംപാട്ട് കലാകാരനായ കടന്നമണ്ണ് ശ്രീനിവാസൻ നയിച്ചു. പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിൽ കളംപാട്ട് ശില്പശാല അന്യമായിക്കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലകളെ പുത്തൻ തലമുറകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിൽ കളംപാട്ട് ശില്പശാല നടത്തി. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും കളംപാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസനാണ് ശില്പശാല നയിച്ചത്. കളംപാട്ടിന്റെ ചടങ്ങുകൾ, ഐതിഹ്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കളമെഴുതുന്ന പൊടികളുടെ നിർമ്മാണ രീതികൾ, അവയുടെ ലോഹസങ്കല്പങ്ങൾ തുടങ്ങി വിശദമായ സോദോഹരണ പ്രഭാഷണത്തോടെയാണ് പുത്തൻ തലമുറകൾക്ക് ഈ അനുഷ്ഠാന കലയെ പരിചയപ്പെടുത്തിയത്. പ്രത്യേക അളവിൽ, പ്രത്യേക ഘനത്തിൽ, പ്രത്യേക രീതിയിൽ ഈ കളം എഴുതുന്നത്. മറ്റ് യാതൊരു ഉപകരണങ്ങളും ഈ കളമെഴുത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആയതുകൊണ്ട് കളമെഴുത്തിന് ശരിക്കും ചിത്രരചനയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും പ്രാചീനമായിട്ടുള്ള ഒരു ചിത്രരചനാ സമ്പ്രദായമാണ്. നിലത്തെഴുത്ത് എന്നും ധൂളി ചിത്രരചനാ സമ്പ്രദായം എന്നും ഈ കളമെഴുത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. സംഗീതം, താന്ത്രികം, ചിത്രരചന, താന്ത്രികപരമായ ചടങ്ങുകൾ കളമെഴുത്തുണ്ട്. അതിനെ ചടങ്ങുകൾ പറയുമ്പോൾ അതിൽ പ്രതിപാദിക്കാം. ഏതായാലും സംഗീതം, താന്ത്രികം, ചിത്രരചന ഉണ്ടായിട്ടുള്ള മേഖലകൾ കളമെഴുത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ഉള്ള പ്രാധാന്യം എന്താ വിചാരിച്ചാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ മൂന്ന് തത്വങ്ങളും കളംപാട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കളം എഴുതുന്നത് ഒരു ദേവനെ അല്ലെങ്കിൽ ഒരു ദേവിയെ സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടി കഴിഞ്ഞാൽ പരിപാലനം എന്നുള്ള സങ്കല്പത്തിലാണ് കളംപാട്ടിന്റെ ചടങ്ങുകൾ നടത്തുന്നത്. അതായത് പൂജ, പാട്ട് മുതലായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നത് പരിപാലനം എന്നുള്ള സങ്കല്പത്തിലാണ്. അതുകൊണ്ട് സംഹാരം എന്നുള്ള ഒരു തത്വമാണ് കളം വായിക്കുന്നത്. ഏതൊരു ജീവജാലത്തിനും ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാകുന്നതാണ്. ദേവീദേവന്മാർക്ക് പോലും മരണമുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാന തെളിവാണ് കളം വളരെ മനോഹരമായി കളം വരച്ച് അതിന്റെ അനുഷ്ഠാനപരമായ ചടങ്ങുകൾ കഴിഞ്ഞ് കളം പരിപൂർണമായി മായ്ച്ചു കളയുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ മൂന്ന് തത്വങ്ങളും കളംപാട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് കളംപാട്ടിന്റെ പ്രധാനമായ മൂന്ന് തത്വങ്ങൾ. അഷ്ടബാഹുക്കളോടെയുള്ള ഭദ്രകാളി കളമാണ് അദ്ദേഹം എഴുതിയത്. നന്ദുണിയുടെ നാദതാളത്തിലുള്ള കളംപാട്ടും ശ്രവ്യാനുഭവമായി. 252 കളംപാട്ട് ശില്പശാലകൾ പൂർത്തിയാക്കിയ ശ്രീനിവാസനെ വായനശാല ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, CCV.